തദ്ദേശകം. നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. മാലിന്യ കൊട്ടകൾ സ്ഥാപിച്ചിട്ടും പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. ചങ്ങാതിക്കുരുത്തായി സൗഹൃദ സമ്മാന പദ്ധതിയുമായി ഹരിത കേരള മിഷൻ. കുടുംബശ്രീ CDS അധ്യക്ഷന്മാരുടെ സംഗമം ഒന്നായി നമ്മൾ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. മാലിന്യ കൊട്ടകൾ സ്ഥാപിച്ചിട്ടും പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഞെളിയൻ പറമ്പിൽ ആരംഭിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് കരാർ ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 150 ടൺ ജൈവമാലിന്യം സംസ്കരിച്ച് കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് കൊച്ചി ബ്രഹ്മപുരത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു. ജനോപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ എതിർക്കുക എന്ന പൊതുവായ മനോഭാവത്തിൽ മാറ്റമുണ്ടാകണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് പദ്ധതി നാടിന്റെ ആവശ്യമാണെന്ന് കണ്ട് എല്ലാവിധ സഹകരണവും നൽകിയ പ്രദേശത്തെ ജനങ്ങളുടെ ഇടപെടൽ മാതൃകാപരമാണെന്നും കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഞെളിയൻ പറമ്പിലെ 8 ഏക്കറോളം സ്ഥലത്താണ് ജൈവമാലിന്യം സംസ്കരിച്ച് പാചകവാതകമാക്കി മാറ്റുന്നതിനുള്ള പ്ലാന്റ് ഉയരുക. നഗരം നേരിടുന്ന വലിയ മാലിന്യ പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമാവുക. 99 കോടി രൂപ ചെലവിലുള്ള പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഭാരത് പെട്രോളിയം കോർപ്പറേഷനാണ്. ഇത് സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. പ്ലാന്റ് സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം കോർപ്പറേഷൻ 25 വർഷത്തേക്കാണ് BPCLന് അനുവദിച്ചത്. 24 മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിച്ച് പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കാനാണ് ധാരണ. മലബാർ പാലസിൽ നടന്ന ചടങ്ങിൽ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, MLAമാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ്, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങാതിക്കുരുത്തായി സൗഹൃദ സമ്മാന പദ്ധതിയുമായി ഹരിത കേരള മിഷൻ. സൗഹൃദം മഹാവൃക്ഷമായി വളരട്ടെ എന്ന ആശയം മുൻനിർത്തി ലോക സൗഹൃദ ദിനമായ ഓഗസ്റ്റ് 3-നാണ് സുഹൃത്തുക്കൾ തമ്മിൽ വൃക്ഷത്തൈകൾ കൈമാറുക. സൗഹൃദ ദിനത്തിലോ അനുബന്ധ ദിവസങ്ങളിലോ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തെ സ്കൂളുകൾ, കലാലയങ്ങൾ, ഓഫീസുകൾ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ സുഹൃത്തുക്കൾക്ക് നട്ടുവളർത്താൻ വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറുകയാണ് ലക്ഷ്യം. പരിസ്ഥിതി പുനഃസ്ഥാപനം, നെറ്റ് സീറോ കാർബൺ കേരളം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഒരു തൈ നടാം ജനകീയ വൃക്ഷവത്കരണ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതിനും ചങ്ങാതിക്കുരു തൈ പരിപാടിയിലൂടെയുള്ള വൃക്ഷത്തൈ കൈമാറ്റം ലക്ഷ്യമിടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി വ്യാപകമായി വൃക്ഷത്തൈ ഉൽപ്പാദനവും നടക്കുമെന്ന് ഹരിത കേരളം മിഷൻ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ TN സീമ അറിയിച്ചു. ഓണത്തിന് 1 ലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി M.B. രാജേഷ്. കോഴിക്കോട് മിയാമി കൺവെൻഷൻ സെന്ററിൽ കുടുംബശ്രീ CDS അധ്യക്ഷന്മാരുടെ സംഗമം ഒന്നായി നമ്മൾ സംസ്ഥാനതല ഉദ്ഘാടനവും CDS പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കാലാനുസൃതമായി പുതിയ ലക്ഷ്യങ്ങൾ കൂടി കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ ഉൾച്ചേർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ മുഖ്യപ്രഭാഷണം നടത്തി. ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ നിഷാദ് CC പ്രത്യേക അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT പ്രമീള, ചെളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP സുനിൽകുമാർ, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള CDS അധ്യക്ഷന്മാരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പുറമേരി ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ കുടുംബസംഗമം ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി M.B. രാജേഷ് നിർവഹിച്ചു. കേരളത്തിൽ നടപ്പാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയോട് താരതമ്യം ചെയ്യാൻ പോലും ഇന്ത്യയിൽ മറ്റൊരു പദ്ധതിയില്ലെന്ന് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇതുവരെ 5,47,000 പേർ ലൈഫ് ഭവന പദ്ധതിയിൽ എഗ്രിമെന്റ് ചെയ്യുകയും അതിൽ 4,60,000 പേരുടെ വീട് നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. ഈ വർഷം 1 ലക്ഷം വീടുകൾക്ക് കൂടി ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.
പുറമേരി ഗ്രാമപഞ്ചായത്തിൽ 195 അപേക്ഷകരാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടത്. 139 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ബാക്കിയുള്ളവയുടെ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. KP കുഞ്ഞാമത് കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. പുറമേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിലക്ഷ്മി, തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP വനജ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മാടപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ചേരിക്കൽ അങ്കണവാടി നാടിന് സമർപ്പിച്ചു. അങ്കണവാടിയുടെ പുതിയ കെട്ടിടം സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനാണ് ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ അനുവദിച്ച 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അങ്കണവാടി നിർമ്മിച്ചത്. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സുജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N രാജു അങ്കണവാടിക്കുള്ള ഉപകരണങ്ങൾ കൈമാറി. അങ്കണവാടിക്ക് സ്ഥലം നൽകിയ ദമ്പതികളെ മാടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണിയമ്മ രാജപ്പൻ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, വാർഡ് മെമ്പർ PM നൌഫൽ, ICDS സൂപ്പർവൈസർ അഞ്ജലി അരവിന്ദ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുജനം സമരം ചെയ്യേണ്ടത് മാലിന്യ പ്ലാന്റിനെതിരെയല്ല, മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടിയാകണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശുചിത്വ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങളിലൂടെ ഗ്രാമപഞ്ചായത്ത് നല്ലൊരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ പ്രവർത്തനങ്ങൾ തുടരണം. പഞ്ചായത്ത് പരിധിയിൽ ഡബിൾ ചേംബർ ഇൻസിനറേറ്ററും RRFും സ്ഥാപിച്ച് മാലിന്യ സംസ്കരണ രംഗത്ത് കൂടുതൽ മുന്നോട്ടു പോകണമെന്നും മന്ത്രി പറഞ്ഞു. വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിലേക്ക് ഭൂമി അനുവദിച്ച V രാധ ടീച്ചറെ മന്ത്രി ആദരിച്ചു. സ്വന്തമായി അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ ലൈഫ് മിഷനിൽ അപേക്ഷ നൽകിയ ഭവനരഹിതരായ 6 കുടുംബങ്ങൾക്ക് 18 സെന്റ് ഭൂമി സൗജന്യമായി നൽകിയതിനാണ് കീഴരിയൂർ നമ്പ്രത്തുകര പ്രശാന്തിയിൽ രാധ ടീച്ചറെ ആദരിച്ചത്. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പറപ്പാറയിലാണ് 3940 ചതുരശ്ര അടിയിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പറപ്പാറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ LSTD അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭിലാഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെലന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP സുനിൽകുമാർ, തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT പ്രമീള, വൈസ് പ്രസിഡന്റ് KK ശിവദാസൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. പെരുവമ്പ് ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S ഉഷാകുമാരി നിർവഹിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,15,626 രൂപ ചെലവഴിച്ച് 28 പേർക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ B ചിത്ര, അസിസ്റ്റന്റ് സെക്രട്ടറി C സുനിൽകുമാർ, മറ്റ് വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുകയില വിമുക്തമായി പ്രഖ്യാപിച്ച് വാഴയൂർ ഗ്രാമപഞ്ചായത്ത്. PMSAPT ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ TV ഇബ്രാഹിം MLA ആണ് പ്രഖ്യാപനം നടത്തിയത്. വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫിറോസ് ഖാൻ വിഷയാവതരണം നടത്തി. വൈസ് പ്രസിഡന്റ് മിനി കോലത്തുടി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാലകൃഷ്ണൻ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്തിലെ 16 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. നടത്തറ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ വിജയോത്സവം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും കലാകായിക രംഗങ്ങളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിജയികളായവരെയും ആദരിച്ചു. മണ്ണുത്തി SI ജയൻ ലഹരിക്കെതിരെ ബോധവത്കരണ ക്ലാസ് നയിച്ചു. നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്ത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EN സീതാലക്ഷ്മി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK അഭിലാഷ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അമൽറാം, നടത്തറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K പ്രദീപ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിൽ 1,00,000 ലക്ഷം വിദ്യാർത്ഥികൾ സൗഹൃദ വൃക്ഷത്തൈകൾ കൈമാറും. ലോക സൗഹൃദ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിദ്യാലയങ്ങളിൽ ഓഗസ്റ്റ് 4-ന് 25,400 വൃക്ഷത്തൈകൾ വിദ്യാർത്ഥികൾ പരസ്പരം കൈമാറി നടും. ഹരിത കേരളം മിഷന്റെ ഒരു തൈ നടാം എന്ന പരിപാടിയുടെ ഭാഗമായാണ് ജില്ലയിലെ വിദ്യാലയങ്ങളിൽ സുഹൃത്തുക്കൾക്ക് വൃക്ഷത്തൈകൾ കൈമാറി നട്ടുപിടിപ്പിക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. ചങ്ങാതിക്കൊരു തൈ ആന്തൂർ നഗരസഭാതല ഉദ്ഘാടനം പറശ്ശിനിക്കടവ് ഹൈസ്കൂളിൽ നഗരസഭാ ചെയർമാൻ P മുകുന്ദൻ നിർവഹിക്കും. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുകുന്ന് പുന്നച്ചേരി സെയിന്റ് മൈക്കിൾസ് സ്കൂളിൽ ഓഗസ്റ്റ് 4-ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിർ ഉദ്ഘാടനം നിർവഹിക്കും. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ അധ്യക്ഷത വഹിക്കും. എടക്കാട് ബ്ലോക്ക് തല ഉദ്ഘാടനം രാവിലെ 11 മണിക്ക് ചാല GSSSൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള നിർവഹിക്കും.
തലശ്ശേരി ബ്ലോക്ക് തല ഉദ്ഘാടനം കുന്തിരിക്ക LP സ്കൂളിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത നിർവഹിക്കും. പയ്യന്നൂർ ബ്ലോക്ക് തല സൗഹൃദ വൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനം കുഞ്ഞമംഗലം സെൻട്രൽ UP സ്കൂളിൽ രാവിലെ 10 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല നിർവഹിക്കും. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പുതുക്കിപ്പണിയുന്ന ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവൃത്തി ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. 14 കോടി രൂപ ചെലവിലാണ് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം. 21 വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യത്തോടെയുള്ള ബേസ്മെന്റ്, ബസ് ബേ, വെയിറ്റിംഗ് ഏരിയ, ലൈബ്രറി ഹാൾ, 200 പേർക്കിരിക്കാവുന്ന ശീതീകരിച്ച മിനി കോൺഫറൻസ് ഹാൾ, കടമുറികൾ, ലിഫ്റ്റ് എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി ഉയരുന്നത്. ചടങ്ങിൽ EK വിജയൻ MLA അധ്യക്ഷത വഹിച്ചു. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലി, വൈസ് പ്രസിഡന്റ് അഖില മാരിയാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP വനജ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ DK ദിനേശ്, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. മുട്ടയുൽപാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് മുട്ട ഗ്രാമമാകാനൊരുങ്ങി ചേന്നംപള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത്. പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കോഴിയും കൂടും വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം ദലീമ ജോജോ MLA നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് അധ്യക്ഷനായി. കുടുംബശ്രീ മിഷന്റെ കമ്മ്യൂണിറ്റി എന്റർപ്രൈസസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 6 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 30 ഗുണഭോക്താക്കൾക്കാണ് കോഴിയും കൂടും വിതരണം ചെയ്തത്. പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്ഥിരം സമിതി അധ്യക്ഷനായ KK ഷിജി, NK മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജയശ്രീ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിത കർമ്മ സേനയെ സംരംഭകരാക്കുക എന്ന ലക്ഷ്യത്തോടെ മരട് നഗരസഭയിൽ പുതിയ ഇനോക്കുലം യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി ഔദ്യോഗികമായ ഉടമ്പടിക്ക് തുടക്കമായി. ഹരിതകർമ്മ സേനയ്ക്കായി നഗരസഭയും കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റും തമ്മിലുള്ള എഗ്രിമെന്റ് ഒപ്പിടൽ നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ആന്റണി ആശാംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. നിലവിലെ RRFലാണ് യൂണിറ്റ് ആരംഭിക്കുന്നത്. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് പരിശീലനം, സംരംഭം നടത്താനുള്ള സാങ്കേതിക സഹായം, ആവശ്യമുള്ള സാമഗ്രികൾ എന്നിവ ലഭ്യമാക്കുന്നതിനായി നഗരസഭയും KSWMPയും സംയുക്തമായി പ്രവർത്തിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അശമന്നൂർ ഗവൺമെന്റ് UP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും വർണ്ണക്കൂടാരം ക്രിയേറ്റീവ് കോർണർ ഉദ്ഘാടനവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. കൂവപ്പടി BRCയുടെ നേതൃത്വത്തിൽ അനുവദിച്ച 10 ലക്ഷം രൂപയും സ്കൂൾ SMC കണ്ടെത്തിയ 5 ലക്ഷം രൂപയും ചേർത്ത് ആകെ 15 ലക്ഷം രൂപയ്ക്ക് ഏറെ മനോഹരമായ വർണ്ണക്കൂടാരമാണ് സ്കൂൾ പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളിലെ സൃഷ്ടിപരവും പ്രായോഗികവുമായ കഴിവുകൾ വളർത്തി തൊഴിൽ സാധ്യതകളിലേക്ക് വഴിയൊരുക്കുന്നതിനായി കുസാറ്റിന്റെ സഹകരണത്തോടെ SSK അവതരിപ്പിച്ച നവോത്ഥാന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ. ഏകദേശം 13 ലക്ഷം രൂപ ചെലവിൽ അശമന്നൂർ സ്കൂളിൽ നടപ്പാക്കിയിരിക്കുന്ന ഈ പദ്ധതി വഴി UP വിഭാഗത്തിലെ കുട്ടികൾക്ക് 7 മേഖലകളിലായി പരിശീലനം നൽകാൻ കഴിയും. MLA ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കെട്ടിടത്തിന് മുകളിലായി 5 മുറികൾ കൂടി ഒരുക്കുന്നത്. 1 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഇതിന്റെ ആദ്യഘട്ടത്തിലേക്ക് അനുവദിച്ച 50 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ എൽദോസ് P കുന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, കൂവപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NM സലീം, അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, PTA ഭാരവാഹികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ മരങ്ങാട്ടുപള്ളി മൃഗാശുപത്രിയിൽ വെറ്ററിനറി സർജറി യൂണിറ്റ് ആരംഭിച്ചു. മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമാനുവേൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ പാലോലിൽ അധ്യക്ഷത വഹിച്ചു. എല്ലാ തിങ്കളാഴ്ചകളിലും വെറ്ററിനറി സർജറി യൂണിറ്റ് മരങ്ങാട്ടുപള്ളിയിൽ പ്രവർത്തിക്കും. വളർത്തുമൃഗങ്ങൾക്കുള്ള വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ സർക്കാർ നിശ്ചയിച്ച ഫീസിൽ നടത്തും. ചടങ്ങിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺസൺ പുളിക്കിയിൽ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മരങ്ങാട്ടുപള്ളി സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ KC സന്തോഷ്, റിട്ടയേർഡ് മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരായ ഡോക്ടർ R ശ്രീനിവാസൻ, ഡോക്ടർ J ഹരിഹരൻ, ഡോക്ടർ മേരി ജെയിംസ് എന്നിവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരിയിൽ 245 കുടുംബങ്ങൾക്കുള്ള 3 കുടിവെള്ള പദ്ധതികളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നഗരസഭയുടെ 25 ലക്ഷം രൂപയും ഭൂജല വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള 44 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. 25-ാം വാർഡിലെ വേട്ടടി മുതുവാച്ചിറ കോളനി, 31-ാം വാർഡിലെ കാക്കാംതോട്, 35-ാം വാർഡിലെ മഞ്ചാടിക്കർ തുടങ്ങിയ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിച്ച് പരമാവധി ജനങ്ങളിൽ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുഴൽ കിണറുകൾ സ്ഥാപിച്ചത്. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, നഗരസഭാംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിത കേരള മിഷന്റെ ഒരു തൈ നടാം ക്യാമ്പയിന്റെ ഭാഗമായുള്ള പാട്യം ഗ്രാമപഞ്ചായത്ത് തല തൈനടിയിൽ ഉദ്ഘാടനം പ്രസിഡന്റ് NV ഷിനിജ നിർവഹിച്ചു.
തൊഴിലുറപ്പ് തൊഴിലാളിയായ കൗസുവിൻ്റെ വീട്ടിലാണ് വൃക്ഷത്തൈകൾ നട്ടത്. 4000 ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ ക്യാമ്പയിൻ്റെ ഭാഗമായി. പാട്യം ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ജീവനക്കാരനായ കക്കോത്ത് പ്രഭാകരനാണ് ആവശ്യമായ തൈകൾ സൗജന്യമായി നൽകിയത്. വൈസ് പ്രസിഡന്റ് KP പ്രദീപ് കുമാർ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വനിതാ കമ്മീഷനും പരപ്പ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി പരപ്പയിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സ്ത്രീ സ്വാതന്ത്ര്യം കേരളീയ സമൂഹത്തിൽ എന്ന വിഷയത്തിൽ മനോജ് പട്ടാനൂർ വിഷയാവതരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രജനി കൃഷ്ണൻ, M. പത്മകുമാരി, ബ്ലോക്ക് അംഗം C. രേഖ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ബിജുകുമാർ KG സ്വാഗതവും CDPO NP സഫിയ നന്ദിയും പറഞ്ഞു. കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി കുടുംബങ്ങൾക്ക് കുടിവെള്ള ടാങ്കുകളും വയോജനങ്ങൾക്ക് കട്ടിലുകളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രേമ സുകുമാരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 8 ലക്ഷം രൂപ വകയിരുത്തിയാണ് 228 പട്ടികജാതി കുടുംബങ്ങൾക്ക് 500 ലിറ്ററിന്റെ കുടിവെള്ള ടാങ്കുകൾ വിതരണം ചെയ്തത്. 2.35 ലക്ഷം രൂപ ചെലവഴിച്ച 55 വയോജനങ്ങൾക്ക് കട്ടിലുകളും നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. മനോജ് അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V. ശാന്തകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PN ശബരീശൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S. മഞ്ജു, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് V. ശ്രീലേഖ എന്നിവർ പങ്കെടുത്തു. രാമനാട്ടുകര GOP സ്കൂളിനായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെയും SSK ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച വർണ്ണക്കൂടാരത്തിന്റെയും ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കിഫ്ബി പദ്ധതിയിലൂടെ 3 കോടി 10 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടവും SSK ലിറ്റിൽ സ്റ്റാർസ് പദ്ധതിയിലൂടെ പൂർത്തീകരിച്ച വർണ്ണക്കൂടാരവുമാണ് മന്ത്രി സമർപ്പിച്ചത്. ചടങ്ങിൽ രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ VM പുഷ്പ, വൈസ് ചെയർമാൻ അബ്ദുൾ ലത്തീഫ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫ റഫീഖ്, വാർഡ് കൗൺസിലർ KK ജയ്സൽ, പ്രധാനാധ്യാപിക VV നിഷ തുടങ്ങിയവർ സംബന്ധിച്ചു. മത്സ്യകൃഷി മേഖലയിൽ മികവിൻ്റെ പുതിയ അധ്യായം രചിച്ച് മാതൃകയായി രാമന്തളി ഗ്രാമപഞ്ചായത്ത്. മത്സ്യമേഖലയിലെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സംസ്ഥാന മത്സ്യകൃഷി പുരസ്കാരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് രാമന്തളി ഗ്രാമപഞ്ചായത്ത്. ഫിഷറീസ് വകുപ്പ് മുഖേനയുള്ള എല്ലാ പദ്ധതികളും നടപ്പാക്കുന്ന സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന വിഭാഗത്തിലാണ് രാമന്തളി പഞ്ചായത്തിനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. 2024-25 വർഷം മത്സ്യമേഖലയിൽ വിവിധ പദ്ധതികൾക്കായി പഞ്ചായത്ത് 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. മത്സ്യകൃഷി മേഖലയിൽ സംസ്ഥാനത്തിന് മാതൃകയാകുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ രാമന്തളി പഞ്ചായത്തിന് സാധിക്കുമെന്ന് പ്രസിഡന്റ് V. ഷൈമ പറഞ്ഞു. മാരാരിക്കുളം നോർത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ കില റിസോഴ്സ് പേഴ്സണുമായിരുന്ന സുദർശന ബായ് ടീച്ചർ അന്തരിച്ചു. റിട്ടയേർഡ് അധ്യാപികയാണ്. കില ജെൻഡർ സ്കൂൾ ഓഫ് ലോക്കൽ ഗവേണൻസിൻ്റെ റിസോഴ്സ് പേഴ്സൺ എന്ന നിലയിലും ജനകീയാസൂത്രണം റിസോഴ്സ് പേഴ്സണായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ കാണാം. കിടപ്പിലായ രോഗികൾക്ക് കരുതലാണ് സ്വാന്തനമാണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സെക്കൻഡറി പാലിയേറ്റീവ് കെയർ. മലയോര ജില്ലയായ വയനാടിനെ സംബന്ധിച്ചിടത്തോളം മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കിടപ്പിലായ രോഗികൾക്ക് കരുതലും സ്വാന്തനവുമാണ്. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലെ 5 ഗ്രാമപഞ്ചായത്തുകളിലുമായി കിടപ്പിലായ രോഗികളെ ചികിത്സിക്കുന്ന സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഏതാണ്ട് 500ഓളം കിടപ്പിലായവർക്ക് മികച്ച പരിചരണം നൽകുന്ന ഒരു സംവിധാനമായിട്ട് അത് ഇതിനകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദീർഘകാലമായി ചികിത്സ ആവശ്യമുള്ളവരും രോഗികളിൽ കിടത്തി ചികിത്സ ആവശ്യമുള്ളവർക്കുമായിട്ടാണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നടപ്പിലാക്കുന്നത്. കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, അവയവങ്ങൾ മാറ്റിവെച്ചവർ, പക്ഷാഘാതം സംഭവിച്ചവർ, നട്ടെല്ലിനു ക്ഷതം സംഭവിച്ചവർ തുടങ്ങി കിടപ്പിലായി കിടക്കുന്ന രോഗികളെ സാന്ത്വനിപ്പിക്കാനായി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ ആളുകൾ രോഗികളുടെ വീടുകളിലെത്താറുണ്ട്. മാത്രമല്ല
ഇവർക്കാവശ്യമായ മരുന്നും ഉപകരണങ്ങളുമൊക്കെ നൽകി വരുന്നുണ്ട്. കൂടാതെ ഫിസിയോതെറാപ്പി സേവനവും സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഭാഗമാണ്. പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം, പ്രത്യേകിച്ച് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സെക്കൻഡറി പാലിയേറ്റീവ് പ്രവർത്തനം ഒരുപാട് കിടപ്പ് രോഗികൾക്ക് വലിയ ആശ്വാസമാണ്. 355ഓളം വരുന്ന ഗുണഭോക്താക്കളുണ്ട് സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്. ഇതിൽ ഫിസിയോതെറാപ്പിക്കായി രജിസ്റ്റർ ചെയ്ത 150-ൽ പരം രോഗികൾക്ക് വീടുകളിലെത്തി ചികിത്സ നൽകുകയും ചെയ്യുന്നു. 10 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. ആഴ്ചയിലൊരിക്കൽ OP സേവനം സെക്കൻഡറി പാലിയേറ്റീവ് രോഗികൾക്കായിട്ട് നടത്തുന്നുണ്ട്. പ്രൈമറി പാലിയേറ്റീവ് കെയറിൽ നിന്നും റഫർ ചെയ്യപ്പെടുന്ന രോഗികളെയാണ് സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത്. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 5 പഞ്ചായത്തുകളിലായിട്ടാണ് ഈ സേവനം ലഭ്യമാക്കുന്നത്. ആഴ്ചയിലൊരിക്കൽ OP സേവനവും സെക്കൻഡറി പാലിയേറ്റീവ് കെയർ രോഗികൾക്കായി നടത്തപ്പെടുന്നുണ്ട്. തങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള പ്രാപ്തി ആക്കിയെടുക്കാൻ, അതായത് സ്വന്തമായിട്ട് നിൽക്കുക, നടക്കുക, കഴിയുന്നവർ ഓടുക എന്ന തരത്തിലേക്കാണ് ഈ ഫിസിയോതെറാപ്പി സേവനം നമ്മൾ നൽകി. കിടപ്പിലായ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാവശ്യം കരുതലും സ്നേഹവുമാണ്. ഈ കരുതലും സ്നേഹവും നൽകുന്നതോടൊപ്പം അവർക്കാവശ്യമായ മരുന്നുകളും ഉപകരണങ്ങളുമൊക്കെ ഈ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ പ്രവർത്തകർ നൽകുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ രോഗികളെ കാണാനായി ഈ യൂണിറ്റിലെ പ്രവർത്തകർ എത്താറുണ്ട്. അത് അവർക്കൊരു സ്നേഹവും സ്വാന്തനവുമാണ്. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രാദേശിക സാമ്പത്തിക വികസനം മുൻനിർത്തി നടപ്പാക്കിയ ശ്രദ്ധേയ പദ്ധതികളെ അറിയാം. പ്രാദേശിക സാമ്പത്തിക വികസനം. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് 2021-22 പദ്ധതി കാലയളവിൽ നൈപുണ്യ വികസനവും സ്വയം തൊഴിൽ സംരംഭവും എന്ന കാഴ്ചപ്പാടോടെ നിരവധി ശ്രദ്ധേയമായ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. മഹാപ്രളയവും മഹാമാരിയും ഏൽപ്പിച്ച ആഘാതങ്ങളിൽ നിന്ന് കരകയറുവാനും ജീവിതം മെച്ചപ്പെടുത്തുവാനും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതികൾ ജനങ്ങൾക്ക് സഹായമായി. ഡോക്യുമെന്റേഷൻ സെന്റർ. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ നവീന പദ്ധതിയാണ് ഡോക്യുമെന്റേഷൻ സെന്റർ. തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ 5 പേർ അടങ്ങുന്ന വനിതാ ഗ്രൂപ്പിന് ഡോക്യുമെന്റേഷനിൽ 1 മാസത്തെ പരിശീലനം നൽകിയാണ് ഡോക്യുമെന്റേഷൻ സെന്റർ ആരംഭിച്ചത്. സംരംഭം തുടങ്ങുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ക്യാമറ തുടങ്ങിയവയ്ക്കായി 3 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് ചിലവഴിച്ചു. നൈപുണ്യ വികസനത്തിലൂന്നിയ സ്വയം തൊഴിൽ സംരംഭം എന്ന ആശയമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായത്. ഡോക്യുമെന്റേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ജനങ്ങൾക്കാകെയും വലിയ ആശ്വാസമാണ് ഇവരുടെ സേവനം. വസ്ത്രനിർമ്മാണ യൂണിറ്റ്. മിന്നാരം, നിള എന്നീ പേരുകളിൽ വസ്ത്രനിർമ്മാണ യൂണിറ്റുകൾ ആരംഭിച്ചു. തയ്യൽ ജോലിയിലും ഫാഷൻ ഡിസൈനിങ്ങിലും പ്രാവീണ്യമുള്ള 5 പേർ വീതമുള്ള 2 ഗ്രൂപ്പുകൾക്ക് ഇതിലൂടെ ധനസഹായം നൽകി. ഈ യൂണിറ്റുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ കുടുംബശ്രീ വഴി വിറ്റഴിക്കുന്നതിലൂടെ ഈ രംഗത്ത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. പരമ്പരാഗത വ്യവസായം. പരമ്പരാഗത വ്യവസായ മേഖലയ്ക്കും വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് മുന്തിയ പരിഗണനയാണ് നൽകിയത്. കയർ പിരിച്ച് ഉപജീവനം നടത്തുന്ന 19 ഗ്രൂപ്പുകൾക്ക് 50,000 രൂപ വീതം ധനസഹായം നൽകി. അസംസ്കൃത വസ്തുവായ ചകിരി വാങ്ങുന്നതിനാണ് സഹായം നൽകിയത്. പ്രതിസന്ധിയിലായ കയർ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ആശ്വാസം പകരുന്നതിനും ഇതുവഴി സാധിച്ചു. വൈക്കത്തെ പ്രധാന കൈത്തൊഴിലായ തഴപ്പായ നെയ്ത്ത് തൊഴിലാളികളെ സഹായിക്കുവാനും വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് മറന്നില്ല. അങ്ങനെ നൈപുണ്യ വികസനത്തിലൂടെയും തൊഴിൽ സംരംഭങ്ങളിലൂടെയും 99 പേർക്ക് നേരിട്ടും നിരവധി ആളുകൾക്ക് അല്ലാതെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണ്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. വയനാട് ജില്ലയിലെ പൊഴുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ് റോസ്ന സ്റ്റെഫിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാം പരിപാടിയോട് ഒപ്പമുള്ളത്. നമസ്കാരം, എൻ്റെ പേര് അനസ് റോസ്ന സ്റ്റെഫി. ഞാൻ വയനാട് ജില്ലയിലെ പൊഴുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ആദ്യം എൻ്റെ പഞ്ചായത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. വയനാട് ജില്ലയിൽ പൂക്കോട് തടാകത്തോടും വയനാട് വെറ്റിനറി കോളേജിനോടും നമ്മുടെ ബാണാസുര ഡാമിനോടൊക്കെ നടുവിലായി കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമപഞ്ചായത്ത്.
ഏകദേശം മുഴുവൻ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട ഫോറസ്റ്റ്, അതുപോലെ തന്നെ തേയില തോട്ടങ്ങളും കൂടി അടങ്ങിയ ഒരു ചെറിയ ഗ്രാമപഞ്ചായത്താണ്. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നതാണ് പൊഴുതന ഗ്രാമപഞ്ചായത്ത്. വയനാട് ജില്ലയിലെ തനത് വരുമാനം വളരെ കുറഞ്ഞ, വളരെ ചെറിയ ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് പൊഴുതന. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള, ലോകത്തിന് തന്നെ ഏറ്റവും മാതൃകാപരമായി ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികളിൽ ഒന്നാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. പൊഴുതന ഗ്രാമപഞ്ചായത്തിൽ 39 ആളുകളെയാണ് അതിദരിദ്രരായി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 4 പേര് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ബാക്കിയുള്ള ആളുകളിൽ വീട് ആവശ്യമുള്ളവർ, മരുന്ന് ആവശ്യമുള്ളവർ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് സഹായം ആവശ്യമുള്ളവർ തുടങ്ങിയിട്ട് വ്യത്യസ്ത മേഖലകളിൽ സഹായമുള്ള ആളുകളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഓരോ ആളുകളെയും കൃത്യമായി വിലയിരുത്തിയിട്ടാണ് മൈക്രോ പ്ലാന് വാർഷിക പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ളത്. 3 പേർക്ക് വീട് ആവശ്യമുള്ളവർക്ക് വീട് നിർമ്മിച്ചു നൽകി. അതോടൊപ്പം തന്നെ മറ്റ് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള ആളുകൾക്ക് കട, ആട് വിതരണം, അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് തൊഴുത്ത് തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് ധനസഹായം ആവശ്യമുള്ള കുട്ടികളെ പ്രത്യേകമായി കണ്ടെത്തി അവർക്ക് തുടർ പഠനത്തിനുള്ള വിദ്യാഭ്യാസ ധനസഹായങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തു വരുന്നു. ഒപ്പം മരുന്ന് ആവശ്യമുള്ള ആളുകളെ, മാനസികരോഗ വിഭാഗത്തിലുള്ള ആളുകളെ തുടങ്ങിയവരെ പ്രത്യേകം കണ്ടെത്തി മാനസികാരോഗ്യ കേന്ദ്രങ്ങളുമായി സഹകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ മരുന്ന്, മറ്റ് തുടർ ചികിത്സയൊക്കെ നടത്തി വരികയാണ്. പൊഴുതന പഞ്ചായത്തിൻ്റെ നല്ലൊരു ശതമാനം ആളുകൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. എന്നാൽ പൂർണ്ണമായും കൃഷിയെ മാത്രം ആശ്രയിച്ച് താമസിക്കുന്ന ആളുകളുടെ എണ്ണം ചുരുക്കമാണ്. എന്നിരുന്നാലും ഓരോ വാർഷിക പദ്ധതിയിലും നല്ലൊരു ശതമാനം തുക കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട്. നിർബന്ധിത വകയിരുത്തൽ എല്ലാ വർഷവും ആവശ്യമായ തുക മാറ്റിവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുമ്മായ വിതരണം, പച്ചക്കറി തൈയ്യ്, മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി. എനിക്ക് തോന്നുന്നു മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാതൃകാപരമായ പ്രവർത്തനം എന്ന നിലയിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ് മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി. അതോടൊപ്പം തന്നെ സ്ഥിരം കൃഷി, പച്ചക്കറി കൃഷി, പന്തൽ ഉൾപ്പെടെ. അതായത് പൊഴുതന പഞ്ചായത്തിൽ ഏകദേശം ആളുകളും 5 സെന്റ് ഒരു വീട് തുടങ്ങിയ പരിമിതമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് സ്വയം കൃഷി ചെയ്യുക എന്നതിന് വേണ്ടിയിട്ട് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യം ഗ്രാമപഞ്ചായത്ത് ഒരുക്കി കൊടുക്കുകയാണ്. കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ പമ്പ് സെറ്റ്, ജലസേചന സംവിധാനങ്ങൾ തുടങ്ങിയവ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ചെയ്തു വരുന്നു. അതോടൊപ്പം തന്നെ കാർഷിക വകുപ്പിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് വരുന്നു. മറ്റൊന്ന്, വയനാട് ജില്ലയിലെ മറ്റു ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്തിൻ്റെ ഏകദേശം മുഴുവൻ ഫോറസ്റ്റ് ബൗണ്ടറിയും നമ്മുടെ സോളാർ ഫെൻസിങ് ഉപയോഗിച്ച് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് RKVY എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി വകുപ്പും നമ്മുടെ വനം വകുപ്പും കൂടെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഏകദേശം 22 കിലോമീറ്റർ സോളാർ ഫെൻസിങ്ങിൻ്റെ പണികൾ നിലവിൽ നടന്നു വരികയാണ്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കൃഷി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വന്യമൃഗശല്യം എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തെ ഏകദേശം 90% മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന് ഇതിലൂടെ സാധിക്കും. ആരോഗ്യ മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പം പൊഴുതന പഞ്ചായത്തിന് വളരെ ഒരു ചരിത്രം അതിനകത്ത് സൂചിപ്പിക്കാനുണ്ട്. പൊഴുതനയുടെ ഹൃദയഭാഗത്താണ് കുടുംബാരോഗ്യ കേന്ദ്രം പൊഴുതന FHC നിലനിൽക്കുന്നത്. പണ്ട് കാലത്ത് അതായത് തോട്ടം തൊഴിലാളി മേഖലയിലുള്ള ആളുകൾ അവരുടെ ഒരു ദിവസത്തെ കൂലി മാറ്റിവെച്ചുകൊണ്ടാണ് പൊഴുതന FHCക്ക് വേണ്ടിയുള്ള സ്ഥലം വാങ്ങുന്നത്. അതിനുശേഷം അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും കൂട്ടായ പരിശ്രമത്തിലോടുകൂടി ഇന്ന് NQAS നേടുന്ന സാഹചര്യം ഉണ്ടായി. പൊഴുതനയ്ക്ക് ഒരു FHCയും അതോടൊപ്പം തന്നെ 5 സബ് സെൻ്ററുകളാണുള്ളത്. പൊഴുതന FHC 2018 വെള്ളപ്പൊക്കത്തിൽ ഏകദേശം 90% തകർന്നു പോവുകയും വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ അത് പൂർണ്ണ സ്ഥിതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനത്തെ കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ടതാക്കിക്കൊണ്ടാണ് NQS നേടുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒപ്പം നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹായത്തോടു കൂടിയിട്ട് ഹെൽത്ത് ഗ്രാൻഡ് ലഭ്യമാക്കി 5 സബ് സെൻ്ററുകൾക്കും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും പുതിയ ബിൽഡിങ്ങുകൾ പണിയുന്നതിനു വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നിലവിൽ സുഗന്ധഗിരി PHC വൈത്തിരി താലൂക്ക് ആശുപത്രിയുടെ സബ് സെൻ്ററാണ്. പക്ഷേ പൊഴുതന ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ആശുപത്രി കൂടെ പൊഴുതന ഗ്രാമപഞ്ചായത്തിൻ്റെ
PHSC എന്ന നിലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അതിന് ഏകദേശം 1 കോടി രൂപയോളം വകയിരുത്തി ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ വളരെ പരിമിതമായ തുക മാത്രമേ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിലും മറ്റ് വിവിധ വകുപ്പുകളുടെ സഹായത്തോടു കൂടിയിട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും മാതൃകാപരമായ രീതിയിൽ തന്നെ പൊഴുതനയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആരോഗ്യമേഖലയിൽ ആവശ്യമായ സൗകര്യങ്ങൾ എത്തിച്ചു നൽകുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പദ്ധതികളിലൊന്നാണ് മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്നത്. മാലിന്യമുക്ത പൊഴുതന ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളുടെയും മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെയും അതുപോലെ ഒപ്പം തന്നെ മറ്റ് വ്യാപാരി സന്നദ്ധ സേനകൾ, RRT വോളണ്ടിയേഴ്സ്, റിസോർട്ട് ഓണേഴ്സ് തുടങ്ങിയ മുഴുവൻ ആളുകളുടെയും സംയുക്ത യോഗം ചേരുകയും മാലിന്യമുക്ത പൊഴുതന എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ പദ്ധതികൾ ഇതിനോടകം ആസൂത്രണം ചെയ്യുകയും ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയും ചെയ്യാണ്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് 2018-19 വർഷത്തിലാണ് പഞ്ചായത്തിലുണ്ടായിരുന്ന ഒരു മാലിന്യ കൂമ്പാരം പൂർണ്ണമായും തുടച്ചു നീക്കി പച്ചത്തുരുത്ത് ആക്കിയെടുത്ത് സ്റ്റേറ്റ് ലെവലിൽ തന്നെ പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് എന്നുള്ളൊരു അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ പച്ചത്തുരുത്തിന് നിലവിൽ പാർക്ക്, കുട്ടികളുടെ പാർക്ക്, വനിതകളുടെ ഓപ്പൺ ജിമ്മ് തുടങ്ങിയ പദ്ധതികൾ നിലവിൽ ആസൂത്രണം ചെയ്തു. അതിൻ്റെ ആദ്യഘട്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് അതിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ പൊതു ഇടങ്ങളിലും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബിന്നുകൾ സ്ഥാപിക്കുക, എല്ലാ പൊതു ടൗണുകളും കൃത്യമായി ശുചീകരിക്കുക. അതോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം. പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും, എല്ലാ റിസോർട്ടുകളിലും, എല്ലാ കടകളിലും തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളിലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം 100% സർവീസ്, 100% യൂസർ ഫീ കളക്ഷൻ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. നിലവിൽ 99.9% ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. തുടർന്ന് അത് 100%ത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വയനാട് ജില്ലയിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ദുരന്തങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള, അതായത് മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ എല്ലാ ദുരന്തങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് പൊഴുതന ഗ്രാമപഞ്ചായത്ത്. കുറിച്യർമല 2018 കുറിച്യർമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഞങ്ങൾക്കൊരു സ്കൂള് തന്നെ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തിൽ 13 വാർഡുകളാണുള്ളത്. ഈ 13 വാർഡുകളിൽ ഭൂരിപക്ഷം വാർഡുകളും മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം കയറുന്ന പ്രശ്നമുണ്ട്. മറ്റൊരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയുള്ള പ്രദേശങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണത്തിന് എല്ലാ വർഷവും നമ്മൾ പ്രത്യേകമായി മുൻകരുതൽ കൊടുക്കാറുണ്ട്. ഈ വർഷം ഹ്യൂം സെൻറ്റർ, നബാർഡ്, ഗ്രാമപഞ്ചായത്ത് സംയുക്തമായി മുന്നൊരുക്കം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കി വരികയാണ്. കൃത്യമായ ഇടവേളകളിൽ, കൃത്യമായ സ്ഥലങ്ങളിൽ നമ്മൾ മഴമാപിനികൾ സ്ഥാപിക്കുകയും ഓരോ പ്രദേശത്തും ലഭ്യമാകുന്ന മഴയുടെ അളവ് കൃത്യമായി പഞ്ചായത്ത് തലത്തിലും ക്രോഡീകരിക്കുകയും അതിനനുസരിച്ച് ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ തുടങ്ങിയവ വരികയാണെങ്കിൽ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്ത് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. RRT, ERT തുടങ്ങിയ വോളണ്ടിയേഴ്സിൻ്റെ ട്രെയിനിങ് എല്ലാ കൃത്യമായ ഇടവേളകളിലും ട്രെയിനിങ് കൊടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വാർഷിക പദ്ധതിയുടെ ഭാഗമായി വാങ്ങി നൽകുകയും ചെയ്തു വരുന്നുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ജാഗ്രതാ സമിതികൾ. ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നാണ് ആദ്യഘട്ടത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്തിട്ടുള്ള ഒരു പരിപാടി. എല്ലാ വാർഡുകളിലും ജാഗ്രതാ സമിതികൾ പുനഃസംഘടിപ്പിക്കുകയും കൃത്യമായ ഇടവേളകളിൽ യോഗം ചേരുകയും വാർഡ് തലങ്ങളിലെ പ്രശ്നങ്ങൾ വാർഡ് തലങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടവ അവിടെ തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ അത് പഞ്ചായത്ത് തലത്തിലോ ജില്ലാ തലങ്ങളിലോ അറിയിക്കേണ്ട പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് സംവിധാനങ്ങളുമായി അറിയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പം ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുഴുവൻ അംഗനവാടികൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ, സ്മാർട്ട് അംഗനവാടികൾ
കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തു വരുന്നു. അതോടൊപ്പം തന്നെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകളുടെ പ്രവർത്തനം, പുതിയ കെട്ടിടം, അടിസ്ഥാന സൗകര്യങ്ങൾ, അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയാണ്. ഓരോ സ്കൂളിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് കുട്ടികളുടെ കലാകായിക ശേഷി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായി ഒരു സ്കൂൾ ഒരു ഗെയിം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ സ്കൂളിനും ആവശ്യമായിട്ടുള്ള സ്പോർട്സ് ഉപകരണങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. കളിക്കളങ്ങളുടെ നവീകരണം, അതോടൊപ്പം തന്നെ കുട്ടികളിലുള്ള പഠനം അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ പരിശീലനങ്ങൾ, പ്രസംഗ മത്സരങ്ങൾ, വായനാ മത്സരം തുടങ്ങിയ വ്യത്യസ്തമായ പരിപാടികളും ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നു. ടൂറിസത്തിന് ഒരുപാട് സാധ്യതയുള്ള ഗ്രാമപഞ്ചായത്താണ് പൊഴുതന. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വയനാട് ജില്ലയിലെ ഏറ്റവും ലോങ്കസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈൻ നിലവിലുള്ളത് പൊഴുതന ഗ്രാമപഞ്ചായത്തിലെ പെരുങ്കോട എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ നിലവിൽ അത് പ്രവർത്തിക്കുന്നത്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, തോട്ടം മേഖലയാണ് ഏറ്റവും കൂടുതൽ. തോട്ടം മേഖലയ്ക്ക് അകത്താണ്. പഞ്ചായത്തിന് സ്വന്തമായിട്ട് നിലവിൽ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഇല്ല. എന്നാൽ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഒരുപാടുള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ്. ഈ പറയുന്നത് പോലെ ഓരോ വാർഡിൻ്റെയും മലമുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത പഞ്ചായത്തും വിശാലമായ രീതിയിൽ പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതിനൊരു ഡെസ്റ്റിനേഷൻ എന്ന നിലയിലോട്ട് ഗ്രാമപഞ്ചായത്തിന് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായ സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ടൂറിസത്തിന് ഒരുപാട് സാധ്യത നിലനിൽക്കുന്ന പഞ്ചായത്ത് തന്നെയാണ് പൊഴുതന. പൊഴുതന പഞ്ചായത്തിലൂടെയാണ് ബാണാസുര ഡാമിലേക്ക് കടന്നു പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വയനാട് വെറ്റിനറി കോളേജ് ഉള്ളത്. അതോടൊപ്പം പൂക്കോട് തടാകം പൊഴുതന പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. നിലവിൽ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ, കേരളത്തിൽ വയനാട് ജില്ലയിൽ ആദ്യത്തെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ആ മ്യൂസിയം വരാൻ പോകുന്നത് പൊഴുതന ഗ്രാമപഞ്ചായത്തിലെ സുഗന്ധഗിരി എന്ന് പറയുന്ന പ്രദേശത്താണ്. അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട്, സുഗന്ധഗിരി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന പ്രദേശമാണ്. കൂടുതലല്ല, 100% ആദിവാസികളുടെ പുനരധിവാസ മേഖലയാണ് സുഗന്ധഗിരി എന്ന് പറയുന്നത്. സുഗന്ധഗിരിയിൽ ഇത്തരത്തിലൊരു മ്യൂസിയം വന്നു കഴിഞ്ഞാൽ അത് ട്രൈബൽ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിനും പിന്നീട് ഒരു റിസർച്ച് സെൻറ്റർ, പൂക്കോട് തടാകം, എന്നൂര്, വെറ്റിനറി കോളേജിനെയൊക്കെ ക്ലബ് ആക്കിക്കൊണ്ട് ഒരു ടൂറിസം സാധ്യത കൂടെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. പൊഴുതനയിൽ ഈ ആദ്യമേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തോട്ടമുല്ലാളി മേഖലയും ഫോറസ്റ്റ് ഏരിയയും ആയതുകൊണ്ട് തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് സാങ്കേതികമായിട്ട് പലവിധ ബുദ്ധിമുട്ടുകളും നിലനിൽക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലങ്ങളിൽ അല്ലെങ്കിൽ കോടതി അത്തരത്തിലുള്ള തീർപ്പാക്കലുകളോട് മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും നിലവിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള തോട്ടം തൊഴിലാളി മേഖലയിലുള്ള ആളുകൾ അധിവസിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം അടച്ചുറപ്പുള്ള ഒരു ഭവനം എന്നത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മാതൃകാ പദ്ധതിയായിട്ടുള്ള ലൈഫ് ഭവന പദ്ധതിയിലൂടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് നൽകിയ ഒരു ഗ്രാമപഞ്ചായത്താണ് പൊഴുതന ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. നിലവിൽ എഗ്രിമെൻ്റ് വെച്ച് പണി തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് പണി പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പുഴ എന്ന പേരിൽ നിന്നാണ് പൊഴുതന എന്ന പേര് തന്നെ ഉത്ഭവിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. എന്നിരുന്നാലും കുടിവെള്ളത്തിന് ഒരുപാട് ക്ഷാമമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് പൊഴുതന പഞ്ചായത്ത്. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെയും സഹകരണത്തോടുകൂടി നടപ്പിലാക്കി വരുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ ഒരു പരിധിവരെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും. അതിനുള്ള പ്രവർത്തനങ്ങളുമായി ഊർജിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊഴുതന ഗ്രാമപഞ്ചായത്ത്. ആദ്യമേ സൂചിപ്പിച്ചു കുട്ടികളുടെ കായിക വികസനത്തിന് വേണ്ടിയിട്ടുള്ള കളിക്കളങ്ങളുടെ നവീകരണം, അത് 1% പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ശതമാനം അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം, പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് മറ്റൊരാഗ്രഹം. പിന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടൂറിസത്തിന് ഒരുപാട് സാധ്യതയുള്ള പഞ്ചായത്താണ്. അതിന് ഇനി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുമോ ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.